നമസ്കാരം. ഒരു സ്ഥലത്തൊരു ചെറിയൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പെറ്റിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അവനത് ഒത്തിരി വീട്ടുകാരോടൊക്കെ പറഞ്ഞെങ്കിലും അവരാരും അതിന് സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഒരിക്കൽ അവൻ തീരുമാനിച്ചു, എൻ്റെ കയ്യിലുള്ള ഫെസ്റ്റിവലിനൊക്കെ എനിക്ക് പലരും തന്നിട്ടുള്ള സേവിങ്സ് എടുത്തിട്ട് ഞാനൊരു നായ്ക്കുട്ടിയെ മേടിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ സേവിങ്സ് എല്ലാം എടുത്ത് നടന്നുപോയി അടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഓണറോട് പറഞ്ഞു, അങ്കിൾ, ഞാനൊരു പെറ്റിനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നല്ലൊരു നായ്ക്കുട്ടിയെ വേണം. ഉടനെ തന്നെ ഈ ഷോപ്പിൻ്റെ ഓണർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. അങ്കിൾ ഇവിടെ വിൽക്കുന്നതെല്ലാം നല്ല നല്ല ബ്രീഡ്സാണ്, അതിന് നല്ല വിലയുണ്ട്, അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. മോൻ്റെ അടുത്തുള്ള സേവിങ്സ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പെറ്റല്ല എൻ്റെ കയ്യിലുള്ളതാണ്. ഈ പയ്യന് വല്ലാത്ത സങ്കടമായെങ്കിലും അവൻ ലാസ്റ്റ് ചോദിച്ചു, അങ്കിൾ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിന് ഞാൻ എന്താണ് അങ്കിളിന് തരേണ്ടതെന്ന്. അപ്പോൾ ഈ കൗതുകം കണ്ട് ഈ ഷോപ്പിൻ്റെ ഓണർ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, കാണാൻ നീ ക്യാഷൊന്നും തരണ്ട, നീ കണ്ടോ എന്ന് പറഞ്ഞ് ഈ നായ്ക്കുട്ടികളെ അടച്ചിട്ടിരിക്കുന്ന ആ ഗ്രിൽ ഡോർ തുറന്നപ്പോൾ അതിനകത്തുനിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള ഈ നായ്ക്കുട്ടികളെല്ലാം ഓടി പുറത്തേക്ക് വന്നു. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ് കാണാൻ. ഇവൻ്റെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഈ പയ്യൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുറകിൽ നിന്ന് കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യാതെ വളരെ പതുക്കെ വരുന്ന ഒരു നായ്ക്കുട്ടിയെ അവൻ ശ്രദ്ധിച്ചു. പയ്യൻ ആ ഓണറോട് പറഞ്ഞു, എനിക്ക് ഈ നായ്ക്കുട്ടിയെ മതിയെന്ന്. അപ്പോൾ ഓണർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതിനെടുക്കണ്ട, അതൊരു ഹാൻഡിക്യാപ്ഡ് നായ്ക്കുട്ടിയാണ്, അതിനെ നീ എടുത്തിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, കുറച്ച് പൈസ ഉള്ളെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, നീ വേറെ ഇതിനെടുത്തോ. അപ്പോൾ ഈ പയ്യൻ പറയും, വേണ്ട അങ്കിൾ, എനിക്ക് ആ ഹാൻഡിക്യാപ്ഡ് നായ്ക്കുട്ടിയെ തന്നെ മതി, എനിക്കതിനെ വേണ്ടതെന്ന്. അങ്ങനെയാണ്, നീ ക്യാഷൊന്നും തരണ്ട, നീ അതിനെടുത്തോ, എന്തായാലും ഞാനതിനെ വിൽക്കാൻ പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നീ എടുത്തോ എന്ന് പറഞ്ഞു. ഇവൻ ഒത്തിരി സന്തോഷത്തോടെ ആ നായ്ക്കുട്ടിയെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് താലോലിക്കുന്ന കണ്ടപ്പോൾ ഈ ഷോപ്പിൻ്റെ ഓണർക്ക് വല്ലാത്തൊരു ആശ്ചര്യം വന്നു, എന്താ ഇത്രത്തോളം സ്നേഹം വന്നു എന്നുള്ളത്. അപ്പോൾ ഓണർ ചോദിക്കും, മോൻ എന്താ ഇതിനെ ഇത്ര ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഈ പയ്യൻ അവൻ്റെ ട്രൗസേഴ്സിൻ്റെ പാൻസിൻ്റെ കാല് പൊക്കി കാണിച്ചപ്പോൾ ഈ പയ്യൻ ആക്ച്വലി ഒരു കാലേ ഉള്ളൂ, മറ്റതൊരു വെപ്പ് കാലായിരുന്നു. ആ സമയത്ത് ആ ഓണർ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടാണ് ഇവൻ ഈ നായക്കുട്ടിയെ റിലേറ്റ് ചെയ്തതെന്ന്. നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ചിന്തകളും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നറിയാനുള്ള ഒരു മനസ്സും ഒരു എക്സ്പീരിയൻസും നമുക്കും വേണം. അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും നമ്മുടെ കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ മറ്റുള്ളവരുടെ ലിമിറ്റേഷൻസോ നമുക്ക് മനസ്സിലാവാതെ പോവും. ഈ പയ്യന് ഒരു ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ടും അവനൊരു കാലില്ലാത്തത് കൊണ്ടും അവൻ സമൂഹത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അവന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ നായ്ക്കുട്ടി അവിടുന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അവന് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇത്തരത്തിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾക്കും ഒരുപാട് അനുഭവങ്ങൾ സ്വയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.